ഷോ ഈ തണുപ്പത്ത് കെട്ടിപ്പിടിച്ചങ്ങനെ കിടക്കാണല്ലേ രണ്ടും കൂടെ. എന്ന് രണ്ടിനെ നടുക്ക് കിടക്കണം. എന്താ സുഖം, നല്ല ചൂട്. ഓ പാലമരത്തിലൊക്കെ എന്തൊരു തണുപ്പാ. ഓ ഇനിയിപ്പൊ മഴക്കാലം കഴിയുന്നത് വരെ ഇവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങാം. പാറു എന്റെ കയ്യിൽ കിടക്കല്ലേ, കൈ വേദനിക്കുന്നു. ഇത് പാറു അല്ല, ഞാനാ. ശബ്ദം മാറ്റി ചുമ്മാ പറ്റിക്കല്ലേ എന്റെ പാറു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്റെ കയ്യിൽ എഴുന്നേക്ക്. എന്തൊരു മുടിഞ്ഞ തോന്നോ നിനക്ക്. അതെ, എനിക്ക് ഇങ്ങനെ കയ്യിൽ കിടക്കുന്നതാ കൂടുതൽ ഇഷ്ടം. അതാ നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേടി. നീ ഇങ്ങ് കിടക്ക്. അയ്യോ പ്രേതം, ഓടി വരണേ, രക്ഷിക്കണേ, പ്രേതം പ്രേതം. ഓ ഇവളെന്റെ ഉറക്കം നശിപ്പിക്കാന്നാ തോന്നേ. ആർത്ത് വിളിക്കുന്ന കണ്ടില്ലേ. പക്ഷെ മിണ്ടാതിരി വെച്ച്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നല്ല. ഇവിടെ കിടന്ന് ചുമ്മാ ബഹളം വെച്ച് എല്ലാരും വിളിച്ചുണർത്തിയാലേ ഞാൻ എന്റെ തനി സ്വരൂപം ഞാൻ നിന്നെ കാണിക്കും. അയ്യോ 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 ഓടി വരണേ. എന്താ എന്താ ചേച്ചി? ഓ രണ്ടും കൂടെ ബഹളം വെച്ച് നശിപ്പിച്ചു ഇന്നത്തെ രാത്രി. എന്താ ചേച്ചി, എന്താ എന്താ പറ്റി? പാറു പാറു ഞാൻ കണ്ടു, ഞാനേ കണ്ടുള്ളൂ. എന്താ ചേച്ചി കണ്ടത്? ഞാനേ കണ്ടുള്ളൂ പാറു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പാറു. എന്റെ പൊന്നു ചേച്ചി നട്ടുപാതിരക്ക് വിളിച്ചു കൂവി എന്റെ ഉറക്കം കളഞ്ഞിട്ട് എന്ത് തേങ്ങാക്കൊലയെ ചേച്ചി കണ്ടെന്ന് വെച്ചൊന്ന് വാ തുറന്ന് പറ. പാറു ഇവിടെ എന്റെ അടുത്ത് അല്ല, നമ്മുടെ രണ്ടുപേരുടെയും നടുക്ക് ഒരു പ്രേതം വന്ന് കിടക്കുന്നുണ്ടായിരുന്നടി. ആ നമ്മുടെ രണ്ടാളുടെ അടുത്തല്ല, എന്റെ അടുത്ത്. അതാണ് ചേച്ചി. പാറു ഞാൻ സത്യമാ പറഞ്ഞേ, സത്യം. എനിക്ക് ഇപ്പോഴല്ല മനസ്സിലായത് പാറു. ഇന്നലെ ഞാൻ വെറുതെ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ, പക്ഷെ ഇന്നലെ നിന്നെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയതും പ്രേതം തന്നെയാ. നീ പറഞ്ഞില്ലേ ഞാനാ നിന്റെ അടുത്ത് വന്ന് കിടന്നെന്നും നിന്നെ കെട്ടിപ്പിടിച്ചെന്നും. അത് പക്ഷെ ഞാനല്ലായിരുന്നു പാറു, പ്രേതമാ പ്രേതം. ചേച്ചി സത്യമാണോ ചേച്ചി പറയുന്നേ? വെറുതെ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഈ നട്ടപ്പാതിരക്ക് എന്നെ പേടിപ്പിക്കില്ലേ. സത്യമാ സത്യ പാറു ഞാൻ പറഞ്ഞേ. ഞാൻ അത് പ്രേതത്തിനെ കണ്ടോന്ന് മാത്രല്ല, അതെന്നോട് സംസാരിക്കുകയും ചെയ്തു. എന്താ സംസാരിച്ചേ? എന്താ പറഞ്ഞേ? അതെന്റെ കയ്യിൽ കയറി കിടക്കായിരുന്നു പാറു. കൈ വേദനിച്ചിട്ട് ഞാൻ നീ എന്റെ കൈ കിടക്കുന്നെന്ന് കരുതി ഒരു ചീത്ത പറയായിരുന്നു നിന്നെ. അപ്പോഴാ ഞാനാണെന്ന് പറഞ്ഞത്. എന്നിട്ടും കൈ എണീക്കാത്ത കണ്ട് ദേഷ്യം വന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴാ പല്ലൊക്കെ കോർപ്പിച്ച് വെള്ള സാരി കൊടുത്ത്. അയ്യോ എനിക്ക് ഓർക്കാനേ വയ്യ, കൈയും കാലൊക്കെ വിറയ്ക്കുന്ന പാറു. അയ്യോ ചേച്ചി, എന്നിട്ട് ആ പ്രേതം പോയി കാണോ അതോ ഈ റൂമിൽ തന്നെ എവിടെ ഉണ്ടാവോ? ഞാൻ നിന്നെ കൂടെ വിളിച്ച് ഉണർത്തിയപ്പോഴാ അത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയത്. എനിക്ക് പേടിയാവുന്നു പാറു. ഇതെന്തോ ഒരു പ്രേത വീടാണ് എനിക്ക് തോന്നുന്നേ. അപ്പൊ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, അമ്മമ്മേന്റെ വീട്ടിലും പ്രേതമുണ്ട് അല്ലേ ചേച്ചി? ഇതാ മറ്റേ പനയക്ഷി ആയിരിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് പണ്ടൊരു കഥ പറഞ്ഞില്ലായിരുന്നോ, ഒരു പനയക്ഷിയുടെ? ആ പനയക്ഷി തന്നെയായിരിക്കും ഇത്. ചേച്ചി നമുക്ക് അച്ഛന്റെ അമ്മേന്റെ റൂമിൽ പോയി കിടന്നാലോ? അല്ല, നമ്മൾ ഇതൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. നമുക്ക് അവിടെ വന്ന് കിടക്കാൻ വേണ്ടി കള്ളം പറയുന്നതന്നെ വിചാരിക്കും. നമുക്ക് ഉറങ്ങാതെ എങ്ങനെയെങ്കിലും നേരം വെളുപ്പിക്കാം. എന്നാ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചിരിക്കട്ടോ, എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം പാറു, നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഇരിക്കാം. ഈ റൂം മതിയോ നിങ്ങൾക്ക്? ആ മതിയമ്മ. അല്ല എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, മറ്റേ റൂമിന് എന്തായിരുന്നു കുഴപ്പം? വലിയ റൂമല്ലേ, നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെന്താ ആ റൂം പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാനേ? അത് പിന്നെ ഒന്നുമില്ലമ്മ, അവിടെ എന്തോ ഒരു സുഖമില്ല കിടക്കാന്, അതുകൊണ്ടാ. ശരി ശരി, ഇനി ഇതും പറ്റില്ല എന്ന് പറഞ്ഞാലേ വേറെ റൂമില്ല ഇവിടെ തരാന്. ഇത് മതിയമ്മ. ശരി എന്നാ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ, അവിടെ പിടിപ്പത് പണിയുണ്ട്. ചായ കുടിക്കാനായിരിക്കും അങ്ങോട്ട് വാ രണ്ടും കൂടെ. എന്റെ പാറോ ഇപ്പോഴൊക്കെ ഒരു സമാധാനമായത്. രാത്രിയാവുമ്പേ എവിടെ കിടക്കാന്ന് ഓർത്ത് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. എനിക്ക് എപ്പോഴാ സമാധാനമായത്. അപ്പുകുട്ടനെ നമ്മുടെ കൂടെ കിടത്തിയാൽ മതി ചേച്ചി. ഇന്ന് അവൻ അമ്മനെ ചുറ്റിപ്പറ്റി നിൽക്കാണ് ഫുൾ ടൈം. എനിക്ക് തോന്നുന്നു അവൻ ഇന്നും അമ്മേന്റെ അടുത്ത് എനിക്ക് കിടക്കാന്നാ. അത് വേണ്ട, അവൻ എന്തായാലും നമ്മുടെ കൂടെ കിടന്നാൽ മതി. അവനില്ലാഞ്ഞിട്ട് ഒരു സുഖമില്ല. അവൻ എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നതിന്. ഈ റൂം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പാറു? എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായതേ ഈ ബെഡാ. ഞാൻ അപ്പുകുട്ടന് മുകളിലും ചേച്ചി താഴെയും കിടന്നോ? ഈടെ ഞാനാ മുകളിൽ, ഞാൻ അപ്പുകുട്ടന് മുകളിലും നീ താഴെയും കിടന്നോ? വേണ്ട, ഞാൻ അപ്പുകുട്ടന് മുകളിൽ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്നാ ചേച്ചി ഒറ്റയ്ക്ക് റൂമിൽ കിടന്നോ, ഞാൻ അമ്മേന്റെ കൂടെ കിടന്നോളാം. അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോ, ഞാൻ അമ്മേന്റെ കൂടെ കിടന്നോളാം. ഹൈയുടെ മോളെ, അതിന് അമ്മ ചേച്ചിനെ എന്തായാലും കൂടെ കിടത്തില്ല. ചേച്ചി പോത്ത് പോലെ വലുതായെന്ന് അമ്മ പറയല്. പോത്ത് പോലെ വലുതായത് നീ തന്നെയാടി. മുടി രണ്ട് ഭാഗത്തേക്കും കെട്ടി വെച്ചിട്ടില്ലേ പോത്തിന്റെ ചെവി പോലെ. ചേച്ചി ചുമ്മാ എന്നെ ദേഷ്യം പഠിപ്പിച്ചാലുണ്ടല്ലോ. ഞാനല്ലേ മൂത്തത്, ഞാൻ പറഞ്ഞ നിനക്ക് എന്നെ അനുസരിച്ചാലേ. പിന്നെ ചേച്ചി പറയുന്നത് അനുസരിക്കല്ലേ? ഞാനൊന്നും അനുസരിക്കുന്നില്ല. ഞാൻ എന്തായാലും മുകളിൽ കിടക്കത്തുള്ളൂ. അപ്പുകുട്ടന് ഞാൻ മുകളിൽ കിടക്കും. അത് പറ്റത്തില്ലെങ്കിൽ ഞാൻ അമ്മേന്റെ കൂടെ പോയി കിടക്കും. അപ്പുകുട്ടന് എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചി തനി എവിടെ കിടക്കും. അപ്പൊ ആ പ്രേതം വന്നോളൂ. ഇന്നലെ കണ്ടേ. എന്താ പറയൂ? എന്നാ ഞാൻ പറഞ്ഞത് നോക്കിയെന്ന് പറഞ്ഞേക്ക്. ഞാനും അപ്പുകുട്ടന് മുകളിൽ, ചേച്ചി താഴെ. ശരി, എന്തെങ്കിലും ചെയ്യ് നീ. പേടിത്തോറി ചേച്ചി. പക്ഷേ ഒരു കാര്യം നീ ഓർത്ത പറയൂ, പ്രേതങ്ങാനും ഈ റൂമിലൂടെ വന്നാലേ ഇറങ്ങി ഓടാൻ എനിക്ക് എളുപ്പം. നീ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഉണ്ടാക്കുമ്പോഴേക്ക് പ്രേതം നിന്റെ കഴുത്തിലെ കൊരവള്ളി പിടിച്ചിട്ടുണ്ടാവും. നോക്കിക്കോ, അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മോള് കിടക്കാൻ കഴിയാത്തേനെ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് പ്രേതത്തിന് അത്ര പേടിയൊന്നുമില്ല. എന്നാ ആയിക്കോട്ടെ. എന്താ ഈ റൂമിന് ഇനി എന്നെ പരാതി ഉണ്ടോ രണ്ടിനും? മുഖം എന്താ കോടിയിരിക്കുന്ന രണ്ടിനും? ഒന്നുമില്ലമ്മ. എന്നാലേ രണ്ടുപേരും കൂടെ വാ, അപ്പുകുട്ടനെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പൊ മഴയൊന്ന് ചെറുതായിട്ടും ചോർന്നിട്ടുണ്ട്. ശരിയമ്മ. അപ്പുകുട്ടാ നോക്ക്, എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടമായ ഈ സ്ഥലമൊക്കെ? ഇഷ്ടായി, നല്ല ഭംഗിയുണ്ട് അല്ലേ ചേച്ചി? ചേച്ചി എനിക്കൊരു ഐഡിയ. എന്താ പറൂ? ഇവിടെ വാ, സീക്രട്ടാ. എന്താ രണ്ടാളും കൂടി ഒരു കുശി കുശിക്കളി? സൂപ്പർ പാറു, സൂപ്പർ. എന്നാ നമുക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം. അമ്മേ ഞങ്ങൾ ഇപ്പൊ വരാം.
വീട്ടിൽ പോയിട്ട്? എന്തിന്? നിങ്ങൾ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് വന്നത്? ഇനിയിപ്പോ എന്തിനാണ് പോകുന്നത്? അത് പിന്നെ ഒരു സൂത്രം എടുക്കാനാമേ. സൂത്രോ? എന്ത് സൂത്രം? അതെന്ത് സൂത്ര ചേച്ചി? അതൊക്കെ ഉണ്ട്, അത് ഞങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ അറിയണ്ട, പെട്ടെന്ന് വരാമേ. അതെന്ത് സൂത്ര അമ്മ ചേച്ചിമാരെ എടുക്കാൻ പോയേ? ആ, അത് നിന്റെ ചേച്ചിമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്റെ അപ്പുകുട്ട. അപ്പുക്കുട്ട എന്നാളെ ഇതിൽ കയറാൻ കുറെ കൊതിച്ചതല്ലേ? ഇത് ഈ വെള്ളത്തിലെ ഒഴുക്കിട്ട് നമുക്ക് തോണി പോലെ കളിക്കാമേ. നല്ല രസമുണ്ടാവും. അപ്പുക്കുട്ടന് ഒത്തിരി ഇഷ്ടാവും. അയ്യോ എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾക്ക് ഇന്നാളെ അച്ഛമ്മേന്റെ വായിന്ന് കേട്ടൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ എടുത്തോണ്ട് വന്നേ? നിങ്ങളെ പേടിച്ച അച്ഛമ്മ ഇതിലായിരുന്നു ഉറക്കം പോലും. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ അതിനെ കണ്ണു വെട്ടിച്ച് ഇത് എടുത്തോണ്ട് വന്നേ? അച്ഛമ്മ ബാത്റൂമിലായിരുന്നു അമ്മേ. ആ തക്കത്തിന് ഞങ്ങൾ എടുത്തോണ്ട് ഓടിയതാ. ഇലിമോള് ഉറങ്ങിയായിരുന്നു. ടീച്ചറെ, ഇനിയിപ്പോ ഇത് നിങ്ങൾ എടുത്തോണ്ട് വന്നെന്ന് അച്ഛമ്മ അറിഞ്ഞാണ്ടല്ലോ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാം? ഇന്നാളെ നിങ്ങൾ ഇവനെ അത് കയറ്റി കുളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടെ എന്തൊക്കെ പുകിലാ നിങ്ങളുടെ അച്ഛമ്മ ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ പിള്ളേരെ? അതിന് നമ്മളെ ഇതെടുത്തത് അച്ഛമ്മ എങ്ങനെ അറിയാനാ? ആ, ഇത് കൊണ്ട് തിരിച്ചു പോകുമ്പോ അറിയത്തില്ലേ? ഇപ്പൊ നിന്നെ അവിടെ തെരച്ചിൽ തുടങ്ങി കാണും. അതിനാരാ അമ്മ ഇത് തിരിച്ചോണ്ട് പോന്നെ? ഞങ്ങൾ അപ്പുക്കുട്ട കളിച്ചു കഴിഞ്ഞിട്ടേ ഈ ഉരുളി ഈ പുഴയെ തന്നെ ഒഴുക്കി വിടും. സൂപ്പർ. അങ്ങനെയൊന്നും ചെയ്യണ്ട. അച്ഛമ്മ പറയും പോലെ ഒരുപാട് വർഷം പഴക്കമുള്ള ഉരുളിയാ. അച്ഛമ്മയ്ക്ക് അച്ഛമ്മേന്റെ മുത്തശ്ശനും ആരോ കൊടുത്തതാ. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തൂടാ. ചേച്ചി ഇത് നല്ല വെയിറ്റ് എടുത്തൊന്ന് ഇറക്കി വെക്ക് വിടാദ്യം. ഓ എന്റെ അമ്മ, ഈ ഉരുളി കാരണം എന്തൊക്കെ പൊല്ലാപ്പ അച്ഛമ്മ വീട്ടിലുണ്ടാക്കുന്നത്. എവിടേക്ക് പോകുമ്പോ ഇത് കൊണ്ട് നടത്തും. ഈ ഉരുളി ഇതിൽ ഒഴുക്കി വിട്ടാലേ ഇതോടുകൂടി ഉരുളിന്റെ ശല്യം അങ്ങോട്ട് തീർന്നു കിട്ടും. അതെ അതെ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ഇപ്പേ ഉരുളി മുത്തശ്ശിനാ വിളിക്കുന്ന അച്ഛമ്മേനെ. ചേച്ചി വാ നമുക്ക് കളിക്കാം. കൂട്ടാ നമുക്കേ കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. അവിടെ ആവുമ്പേ നല്ല സ്ഥലമുണ്ട്. മക്കളെ ഇത് വേണോ? അച്ഛമ്മ അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഷോ ഈ അമ്മേനെ കൊണ്ട് ഒന്ന് ചുമ്മാ ഇരുന്നേ. അതന്നെ, അച്ഛമ്മേനെ ഉരുളിയോണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ചേച്ചി എനിക്ക് കേറണം. ഞാൻ നിന്നെ ഇപ്പൊ തന്നെ കേറ്റാടാ. മക്കളെ സൂക്ഷിക്കണേ, വീഴരുതേ. ഞങ്ങൾ സൂക്ഷിച്ചോളാം അമ്മ, അമ്മ പേടിക്കണ്ട. ഹായ്, എന്ത് രസമല്ലേ പാറ ഇതിലെങ്ങനെ പോവാൻ? താഴോട്ടൊന്നും അധികം പോകണ്ട, നല്ല ഒഴുക്കുണ്ടാവും കേട്ടോ. ആ ഈ അമ്മയെ കണ്ട് തോറ്റു. ഇല്ല അമ്മ, അമ്മ പേടിക്കണ്ട. ഹായ്, എന്ത് രസാ ചേച്ചി. ചേച്ചി നമുക്ക് ഈ ഉരുളി ഒളിപ്പിച്ച് വെക്കാം, ഒഴുക്കി കളയണ്ട. അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്നിട്ടേ ഇതുപോലെ കളിക്കാലോ. ആ അത് ശരി പാറു, ഒഴുക്കി കളഞ്ഞ പിന്നെ നമ്മൾ എന്തിലാ കളിക്കാം? പക്ഷെ അച്ഛമ്മ അറിയാതിരിക്കണം. വീട്ടിലിപ്പോ നല്ല പുകിലായിരിക്കും. ഉരുളി കാണാതെ അച്ഛമ്മ ഓടി നടക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് വരൂ ചേച്ചി. പിന്നെ നമ്മളെവിടെയാണെന്ന് അച്ഛമ്മ എങ്ങനെ അറിയാനാടാ? പിള്ളേരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? നിന്റെ മോള് തല ധരിച്ച പിള്ളേരെ എവിടെയെന്ന്? എന്താ എന്ത് പറ്റി? ഗോപാലന്റെ അമ്മ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? എന്താ കാര്യം? നീ ഇങ്ങോട്ടൊന്നും ചോദ്യം വേണ്ട, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. നിന്റെ മോളും അവരുടെ പിള്ളേരും എവിടെയെന്ന്? അവര് എനിക്കറിയില്ല, ഞാൻ അടുത്ത വീട്ടിൽ പോയതായിരുന്നു. അവര് പുറത്തേക്ക് എങ്ങാനും പോയി കാണും. പിള്ളേരെയും കൊണ്ട് പുഴയിലൊക്കെ ഒന്ന് പോണെന്ന് മോള് പറയുന്നത് കേട്ടായിരുന്നു ഇന്നലെ. ചിലപ്പോ ഇനി അവിടേക്ക് എങ്ങാനും പോയി കാണും. എന്താ എന്ത് പറ്റി? എന്റെ ഈശ്വരാ, എന്റെ ഉരുളി. എന്റെ ഉരുളിക്ക് എന്തെങ്കിലും പറ്റിയാ? നിന്റെ മോളെയും പിള്ളേരെയും ആ പുഴയിൽ മുക്കി താത്തിയിട്ടേ ഞാൻ തിരിച്ചു വരൂ, നോക്കിക്കോ. മതിയെന്നേ, ഇനി ഇങ്ങോട്ട് കേറി വാ. അയ്യോ അമ്മ, കൊറേ നേരം കൂടെ കളിക്കണം ഞങ്ങൾക്ക്. എത്ര നാളെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. മഴ വരുന്നു എന്നാ തോന്നുന്നേ. പെട്ടെന്ന് ഇങ്ങോട്ട് കേറിക്കേ മൂന്നും. സോറി അമ്മ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇപ്പൊ ഒന്നും കയറൂല. അത് ശരി, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയൂലെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അങ്ങോട്ട് വരുവേ. അമ്മയ്ക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയൂല, മുങ്ങി പോ. എടാ അപ്പുക്കുട്ടാ, നിന്നൊക്കെ വെള്ളത്തിലിറക്കി എന്നെ വേണം പറയാൻ.